യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ജോബിൻ്റെ പുസ്തകത്തിലെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ചാണ്. ജോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന സുഹൃത്തുക്കൾ അദ്ദേഹത്തിനെതിരായിട്ട് കുറ്റാരോപണം നടത്തുന്നത് നമ്മൾ കണ്ടു. തുടർന്ന് ജോബ് അതിനെ പ്രതിരോധിക്കുന്നതും കണ്ട് ആ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത്. നമ്മൾ ആ ജോബിൻ്റെ പ്രതിരോധത്തിൻ്റെതായ വാക്കുകൾ നമ്മൾ തുടർന്ന് ചിന്തിക്കുകയാണ്. ഇന്ന് ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മളോടുകൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ജോബിൻ്റെ ആ സ്വയം പ്രതിരോധത്തിൻ്റെ വാക്കുകളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്കതൊന്നുകൂടി വായിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. ജോബിൻ്റെ പുസ്തകം 29 അധ്യായത്തിൽ ജോബ് താൻ പാവപ്പെട്ടവരെ, അനാഥരെ, വിധവകളെ ഒക്കെ സംരക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടൊന്നും താൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയാണ്. വീണ്ടും 31 അധ്യായത്തിൽ, അധ്യായം മുഴുവനും തന്നെ ജോബിൻ്റെ ഒരു സെൽഫ് ഡിഫെൻസ് ആണ്, സ്വയം പ്രതിരോധമാണ് അധ്യായം മുഴുവനും. അത് അദ്ദേഹം പ്രതിരോധിക്കുന്ന എന്താണ്? അതായത് താൻ മറ്റുള്ളവരോടുള്ള തൻ്റെ പെരുമാറ്റം എപ്പോഴും നീതിപൂർവകമായിട്ടുള്ള പെരുമാറ്റമായിരുന്നെന്നും മറ്റുള്ളവരോട് കരുണയും സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് താൻ ജീവിച്ചിട്ടുള്ളതെന്നും ഒരിക്കലും താൻ കാരണം ഒരുവനും പ്രയാസപ്പെട്ടിട്ടില്ലെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ നിലപാടിനെ സാധൂകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധത്തിൻ്റെ ഒരു അധ്യായമാണ്, പ്രതിരോധിക്കുന്നതിൻ്റെ അധ്യായമാണ്, അതിൻ്റെ വിവരണമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ വായിച്ചു, അതിലേതാനും വാക്യങ്ങൾ വായിച്ചു. നമുക്ക് തുടർന്നും 31 അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ, 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം. അതിനകത്ത് വളരെ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് വലിയ വിശദീകരണം ഒന്നും കൂടാതെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ദർശനം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 5 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ കപടതയോടുകൂടെ സഞ്ചരിക്കുകയും എൻ്റെ പാദങ്ങൾ വഞ്ചന പ്രവർത്തിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എൻ്റെ നിഷ്കളങ്കത അറിയേണ്ടതിന് എന്നെ കപടമില്ലാത്ത ത്രാസിൽ തൂക്കി നോക്കട്ടെ. വലിയൊരു ആത്മവിശ്വാസമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവം എന്നെ തൂക്കി നോക്കട്ടെ, അളവ് തന്നെ അളക്കട്ടെ എന്നാണ് പറയുക. കാരണം അത്ര ആത്മവിശ്വാസമുണ്ട് അദ്ദേഹത്തിന്. ഞാൻ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, കാണുന്നതിലെല്ലാം ഞാൻ അഭിലാഷം പൂണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ കരങ്ങൾ കളങ്കിതമാണെങ്കിൽ ഞാൻ വിതച്ചത് അന്യൻ അനുഭവിക്കട്ടെ, എൻ്റെ വിള വേരോടെ നശിക്കട്ടെ. അതിനുള്ള ശിക്ഷ ഏറ്റെടുക്കാനായിട്ട് താൻ തയ്യാറാണ്. ഇന്നതൊക്കെ സംഭവിക്കട്ടെ, തനിക്ക് സംഭവിക്കട്ടെ എന്ന് പറയാണ്. ഇനി എൻ്റെ ഹൃദയം സ്ത്രീയാൽ വശീകൃതമായിട്ടുണ്ടെങ്കിൽ, ഞാൻ കൂട്ടുകാരൻ്റെ വാതിൽക്കൽ പതിയിരുന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യ അന്യന് വേണ്ടി ധാന്യം ഒടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അന്യൻ്റെ ദാസിയായിട്ട് ഇവള് മാറട്ടെ എന്നാണ് പറയുക. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു തിന്മ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയാണ്. വീണ്ടും 16 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ? നമ്മൾ മുഴുവൻ ഈ ബാക്കിയുള്ള വാക്യങ്ങളും എല്ലാം അങ്ങനെയാണ് എങ്കിൽ പോലും 16 മുതലുള്ള വാക്യങ്ങൾ. പാവങ്ങൾ ആഗ്രഹിച്ചതെന്തെങ്കിലും ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ, വിധവയുടെ കണ്ണുകൾ അന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ആഹാരം ഞാൻ തനിയെ ഭക്ഷിക്കുകയും അനാഥർക്ക് അതിൻ്റെ ഓഹരി
ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, യൗവനം മുതൽ അവനെ ഞാൻ പിതാവിനെ പോലെ പോറ്റുകയും ജനിച്ചപ്പോൾ മുതൽ നയിക്കുകയും ചെയ്തു. വസ്ത്രമില്ലാതെയോ പുതപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ, എൻ്റെ ആടുകളുടെ രോമം അവന് ചൂട് പകർന്നില്ലെങ്കിൽ, വാതിൽക്കൽ സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടിട്ട് അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ തോളിൽ നിന്ന് തോൾപ്പലക വിട്ടുപോകട്ടെ, എൻ്റെ കരം അതിൻ്റെ കുഴിയിൽ നിന്ന് വേർപെട്ടു പോകട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ജോബ് താൻ ചെയ്തിട്ടുള്ള സൽപ്രവർത്തികളെക്കുറിച്ച്, അത് അദ്ദേഹം ചെയ്യേണ്ട പ്രവൃത്തികൾ തന്നെയാണ്, ആത്മാഭിമാനത്തോടു കൂടി പറയുകയാണ്. താൻ കുറ്റക്കാരനല്ലെന്ന് മാത്രമല്ല, താൻ നന്മ പ്രവർത്തിക്കുകയാണ്. മറ്റുള്ളവർ താൻ കാരണം ഒരുവനും വേദനിച്ചിട്ടില്ല, മാത്രമല്ല അവനെ സന്തോഷത്തിലേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കുവാനായിട്ടാണ് താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓരോന്നായിട്ട് എണ്ണിപ്പറയുകയാണ്. വീണ്ടും 29 വാക്യങ്ങൾ നോക്കുക. നമ്മൾ മുഴുവൻ വായിക്കേണ്ട, എങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിക്കുകയാണ്. എന്നെ വെറുക്കുന്നവൻ്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചെങ്കിൽ, അവൻ്റെ അനർത്ഥത്തിൽ ഞാൻ ആഹ്ലാദിച്ചെങ്കിൽ, അവന് പ്രാണഹാനി വരാൻ വേണ്ടി അവനെ ശപിച്ച് പാപം ചെയ്യാൻ ഞാൻ എൻ്റെ നാവിനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അവൻ നൽകിയ മാംസം മതിയാവോളം കഴിക്കാത്ത ആരുണ്ട് എന്ന് എൻ്റെ കൂടാരത്തിൽ ആളുകൾ ചോദിച്ചില്ലെങ്കിൽ, പരദേശി തെരുവിൽ പാർക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കന് ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അകൃത്യങ്ങളെ ഹൃദയത്തിൽ ഒളിച്ച് എൻ്റെ അതിക്രമങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഞാൻ മറച്ചു വച്ചെങ്കിൽ, ആൾക്കൂട്ടത്തെ ഭയപ്പെടുകയും മറ്റു കുടുംബങ്ങളുടെ ദേഷ്യത്തിൽ ഭീതി തോന്നുകയും ചെയ്ത് ഞാൻ മൗനം അവലംബിക്കുകയും വാതിലിന് വെളിയിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്തെങ്കിൽ, എന്നെ ശ്രമിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇതാ എൻ്റെ കയ്യൊപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ. എൻ്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാനതിൻ്റെ തോളിൽ വഹിക്കുമായിരുന്നു. കിരീടം പോലെ ഞാൻ അതിനെ എന്നോട് ചേർക്കുമായിരുന്നു. എൻ്റെ പ്രവൃത്തികളുടെ കണക്ക് ഞാൻ അവിടുത്തെ ബോധിപ്പിക്കുമായിരുന്നു. രാജകുമാരനെ പോലെ ഞാൻ അവിടുത്തെ സമീപിക്കുമായിരുന്നു. നോക്കുക, ഇത് വലിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസമാണ്. ആരെയാണ്? ദൈവത്തെ ഞാൻ സമീപിക്കുമായിരുന്നു, ആത്മവിശ്വാസത്തോടുകൂടി സമീപിക്കുമായിരുന്നു, രാജകുമാരനെ പോലെ എന്ന് പറയാണ്. ചങ്കൂറ്റമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉറച്ച ബോധ്യമാണത്, ഒരു ബോധ്യമാണ്. ഇതാണ് വാസ്തവത്തെ അദ്ദേഹത്തെ നിരാശയിലേക്ക് തള്ളിവിടാതിരിക്കുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, താൻ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരനല്ല എന്നുള്ള ബോധ്യം. അത് ഈ പറയുന്ന ഓരോന്നും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു സമൂഹത്തിൽ ദൈവം ഓരോ ഇസ്രായേൽക്കാരനോടും ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ബന്ധത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, കരുണയും സ്നേഹവും അനുകമ്പയും എങ്ങനെ മറ്റുള്ളവരോട് കാണിക്കണം, ഇതെല്ലാം താൻ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. ചുരുക്കത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ദർശനമാണ്. ഇസ്രായേൽക്കാരുടെ ഉണ്ടായിരിക്കേണ്ട സാമൂഹ്യ ദർശനം തന്നെ തൻ്റെ ജീവിതത്തിൽ കൂടെ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ജോബിൻ്റെ പുസ്തകം നിഷ്കളങ്കൻ്റെ, നീതിമാൻ്റെ സഫറിങ്, അവൻ്റെ സഹനം അതേക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണെങ്കിൽ പോലും ഈ പുസ്തകത്തിൽ ഈ സാമൂഹ്യ ദർശനം വെളിപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുതെന്നുള്ളതാണ്. എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത്, ഇക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും പുസ്തകത്തിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇനി അടുത്ത ഒരു പുസ്തകം എന്ന് പറയുന്നത് നമുക്ക് എടുക്കാവുന്നത് സഭാപ്രസംഗകന്റെ പുസ്തകമാണ്. ഈ സഭാപ്രസംഗകന്റെ പുസ്തകം, അതിലെ പ്രമേയത്തെക്കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാം. സഭാപ്രസംഗകൻ എന്ന പുസ്തകം, അത് ഒരുപാട് പ്രാവശ്യം ഈ പുസ്തകത്തിൽ മിഥ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. വാനിറ്റി ഓഫ് വാനിറ്റീസ് അല്ലേ, അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. പുസ്തകം തന്നെ എല്ലാം മിഥ്യ. അത് ചില പുസ്തകങ്ങൾ എല്ലാം മായ എന്നും പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. എല്ലാം മിഥ്യ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം കടന്നു പോകുന്നതാണ്. ഇത് വാസ്തവത്തിൽ ഈ പുസ്തകം മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിചിന്തനമാണ്.
മനുഷ്യർ അങ്ങ് ജീവിച്ചു പോകുന്നു. നമ്മൾ സാധാരണ എങ്ങനെയുണ്ട്, അങ്ങനെ പോണു. അങ്ങനെ പോണു. അങ്ങനെയാണ് ജീവിതത്തെക്കുറിച്ച്, ആ ജീവിതം എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നേരം വെളുക്കുന്നു, ഇരുട്ടാകുന്നു, അങ്ങനെയൊക്കെ പോവുകയാണ്. ഇപ്പൊ എന്തുണ്ട് വിശേഷം, കാലചക്രം തിരിയുന്നു. അതെ, നമ്മളിപ്പോൾ ഒരാളോട് സാധാരണഗതിയിൽ എന്തുണ്ട് വിശേഷം എന്ന് ഒരു സൂത്രനോട് ചോദിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഈ പുസ്തകം മനുഷ്യനെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. എന്തിനെക്കുറിച്ച് ചിന്തിക്കാനാണ്? ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ജീവിതം? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? നമ്മിൽ പലരും ഇങ്ങനെയൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചിന്തിക്കാറില്ല. ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ആർക്ക് വേണ്ടി ജീവിക്കുന്നു? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച്, അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരു വലിയ ഫിലോസഫിയാണ്. ഒരു ഫിലോസഫിയാണ് ഇത്. വസ്തുതയിൽ ഒരു ഫിലോസഫിക്കൽ ബുക്കാണത്. ഒരു ദാർശനിക സ്വഭാവമുള്ള ഒരു പുസ്തകമാണ്. പലരും ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ്. പണം, പേര്, പ്രസിദ്ധി, ഇതൊക്കെയാണ് ലക്ഷ്യം. ഇപ്പം കുട്ടികൾ വിദ്യ അഭ്യസിക്കുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു. ഇതൊക്കെ എന്തിനാണ്? അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അങ്ങനെ പോകുന്നു. ഈ അറിവൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജോലി സമ്പാദിക്കുന്നു. അപ്പം ജോലിക്ക് വേണ്ടിയിട്ടുള്ള വ്യഗ്രത. ജോലി സമ്പാദിക്കുന്നതിനാണ്, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. പണസമ്പാദനമാണ്. അപ്പോൾ പണം സമ്പാദിച്ച് ജീവിക്കുക, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ധനസമ്പാദനം ഒരു ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ സമൂഹത്തിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട്, അധികാരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. വേറെ ചില ആളുകളുടെ അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണമാണ്, സൗന്ദര്യ സംരക്ഷണം. അതിന് വേണ്ടിയിട്ടൊക്കെ സമയം ചെലവഴിക്കുന്ന ഒരുപാട് മനുഷ്യരാണ്. പണവും അതെ, ഒരുപാട് ഇതുണ്ട്. ആരോഗ്യ സംരക്ഷണം, സൗന്ദര്യ സംരക്ഷണം. അതുപോലെ ചില ആളുകൾ സുഖിച്ച് ജീവിക്കണം. എനിക്ക് കിട്ടുന്നതെല്ലാം ഞാനിങ്ങനെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് കഴിയണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ലക്ഷ്യത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലെ ഗ്രന്ഥകാരൻ പറയുന്നൊരു കാര്യം, ഇതെല്ലാം മിഥ്യയാണ്, സ്ഥായിയല്ല, കടന്നു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊന്നും ഒരുത്തനെ തൃപ്തനാക്കുന്നില്ല. ഇതല്ല ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതെല്ലാം അങ്ങ് പോവുകയാണ്, മിന്നൽ പിണര് പോലെ. അതെ, ഇതെല്ലാം കടന്നു പോകുന്നതാണ്. അത് അദ്ദേഹം ഉപയോഗിക്കുന്ന, നമ്മൾ മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന എല്ലാം മിഥ്യ അല്ലെങ്കിൽ മായ എന്ന് തർജ്ജമ ചെയ്യുന്നത് ഹീബ്രുവിൽ ഹേബൽ എന്നുള്ളതാണ്. ഹേബൽ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിൻഡ്, കാറ്റ്. അതെ, കാറ്റ്, സ്മോക്ക് എന്ന് പറയുമ്പോൾ ഒരു എന്താണ്, പുക. അത് നമുക്ക് പെട്ടെന്ന് ഒന്ന് കാണാം, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്രത്യക്ഷമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അപ്രത്യക്ഷമാകുന്നതാണ്. എന്നിട്ട് അതിൽ ഓരോ ഉദാഹരണം അദ്ദേഹം പറയുകയാണ് ജീവിതത്തിൽ. ഇപ്പം വിജ്ഞാനം അത് കടന്നു പോകുന്നതാണ്. നമ്മുടെ ഭരണത്തോടുകൂടി നമ്മൾ നേടിയിട്ടുള്ള വിജ്ഞാനം അവസാനിച്ചു എന്നുള്ളതാണ്. വിജ്ഞാനം അങ്ങ് കടന്നു പോകുന്നു. മാത്രമല്ല, നമ്മളെല്ലാം എല്ലാ വിജ്ഞാനം നമുക്ക് ലഭിക്കുന്നുമില്ല. സുഖഭോഗങ്ങൾ അത് അനുഭവിക്കുന്ന നിമിഷത്തിൽ ഒരു ആനന്ദമോ താൽക്കാലികമായിട്ടുള്ളതാണ്. അത് കടന്നു പോവുകയാണ്. അത് ഒരു മനുഷ്യനെ തൃപ്തനാക്കുന്നില്ല. അത് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത്, എന്തുമാത്രം ജീവിതത്തിൽ 90 വയസ്സ് വരെ ജീവിച്ചവൻ പോകണമെങ്കിൽ ഒരുപാട് കാഴ്ച കണ്ടു, എന്നിട്ട് അവൻ തൃപ്തനാണോ? വീണ്ടും കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാതുകൾ വീണ്ടും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, തൃപ്തനല്ല. ഇതിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കടന്നു പോകുന്ന സുഖഭോഗങ്ങൾ, സമ്പത്ത്, ആരോഗ്യം, സൗന്ദര്യം,
ഇതെല്ലാം കടന്നു പോകുന്നതാണ്. ആ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സാമൂഹ്യമായിട്ടുള്ളൊരു ദർശനം അദ്ദേഹം നൽകുന്നുണ്ട്. അതായത് മനുഷ്യർ ചിലർ ജീവിക്കുന്നത് സമ്പത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സമ്പത്ത് ക്ഷണികമാണ്. സമ്പത്ത് കടന്നു പോകുന്ന, എന്നും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല എന്നുള്ളൊരു കാര്യമാണ്. ഉദാഹരണമായിട്ട് സഭാപ്രസംഗകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ഏതാനും വാക്യങ്ങൾ വായിക്കാമോ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും, ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും, എന്നാൽ ഇതും മിഥ്യ തന്നെ. എല്ലാം കടന്നു പോകുന്നതാണ്. ഇനി 4 മുതലുള്ള വാക്യം നോക്കുക. അതായത് അദ്ദേഹം സമ്പത്തിന് വേണ്ടിയിട്ട്, സോളമൻ പറയുന്നത് പോലെയാണ്, സോളമൻ പറയുന്നു എന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. 4 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു, ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി, അവയിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു, തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു. എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി. ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു. സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി. അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു. ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു. അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നു പോയില്ല. എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല. അതായത് എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങളും അതുപോലെ തന്നെ ധനവും താൻ സമ്പാദിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് അവസാനം പറയുന്ന 11-ാമത്തെ വാക്യം, പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. അപ്പം ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിരൂപിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. ഒരു എവാലുവേഷനാണ്. അതാണ് പറയുന്നത്, ജീവിതത്തെക്കുറിച്ചുള്ളൊരു ഇതാണ്. ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് എന്താണ്? എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇവിടുത്തെ പണി പാഴായി. അതെ, ഒരു നേട്ടവും ഇല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയൊക്കെ സമ്പാദിച്ചു, ഇത്രയൊക്കെ സുഖഭോഗങ്ങളിലൊക്കെ മുഴിയെങ്കിലും എന്താണ് ഞാൻ നേടിയത് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണമാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഇതെല്ലാം കടന്നു പോകുന്ന യാഥാർത്ഥ്യമാണ്. നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. ഈ നമ്മൾ നേടിയത് മുഴുവനും മരണത്തോടു കൂടി നഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ്. അപ്പം ഇതൊന്നും, പിന്നെ പ്രത്യേകിച്ച് 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, ഈ സമ്പാദിക്കുന്നവൻ ഒരിക്കലും അവൻ്റെ സമ്പത്ത് കൊണ്ട് തൃപ്തനാകുന്നില്ല എന്നുള്ളതാണ്. അല്ലേ? ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. ഇതും മിഥ്യ തന്നെ ആണ്. അപ്പോൾ വീണ്ടും വീണ്ടും ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് എന്തും വീണ്ടും വീണ്ടും സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഒരാഗ്രഹം അതിൻ്റെ പിന്നിലുണ്ട്, അതിന് വേണ്ടിയുള്ള അധ്വാനമുണ്ട്. പക്ഷെ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരാൾ, അത് ഈ 2-ാം അധ്യായം 18 ഓർക്കേണ്ട, 18-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ്. അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദ്രവ്യാഗ്രഹികൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം വിട്ട് പോകേണ്ടി വരും. ഒന്ന് വായിക്കാവോ? സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു. കാരണം അവയുടെ ഫലം എൻ്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു. അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം. അപ്പം ഞാൻ ഇങ്ങനെ അധ്വാനിച്ച് കുറേ സമ്പത്തുണ്ടാക്കി, പക്ഷെ ഞാനത് വിട്ടുപോകേണ്ടിയിരിക്കുന്നു. അത് മരണത്തോടു കൂടി തന്നെ ഞാൻ ഒന്നുമില്ലാതെ ഇവിടേക്ക് വന്നു, ഒന്നുമില്ലാതെ തിരിച്ചു പോവുകയാണ്. പിന്നെ ഞാൻ ആർക്ക് വേണ്ടി സമ്പാദിക്കുന്നു? എൻ്റെ പിൻഗാമിക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കുന്നു നമുക്ക് വേണേൽ പറയാം, ആളുകൾക്ക് പറയാം. പക്ഷെ അവന് ജ്ഞാനിയാണോ ഭോഷനാണോ, അവൻ വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ആർക്കറിയാം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഇതാണ് ഒരു യാഥാർത്ഥ്യം. ഇതൊരു യാഥാർത്ഥ്യമാണ്.
അപ്പം ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണം, ഇതിൻ്റെ പുറകെ പോകരുത്. അത് നൽകുന്ന ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം, ഈ കാര്യങ്ങളെല്ലാം മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷം അവനോട് ചിന്തിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇത് പറയാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്, ഇതോടെ നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം കടന്നു പോകുന്ന, സമ്പത്തിനും സുഖഭോഗത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്ന മനുഷ്യർ ഇതെല്ലാം കടന്നു പോകുന്നതാണെന്ന് പറയാനായിട്ടുള്ള പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാരണം ഇതാണ്: സമൂഹത്തിൽ അന്യായമായിട്ട് അഴിമതി കാണിച്ച് ചൂഷണം ചെയ്ത് സമ്പാദിക്കുന്ന മനുഷ്യരുള്ള ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്. അത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ തന്നെ അഴിമതി എല്ലായിടത്തും ഉണ്ടെന്ന് ഈ സഭാപ്രസംഗം പറയുന്നുണ്ട്. സഭാപ്രസംഗത്തിൽ 4-ാം പുസ്തകത്തിൽ 4-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിക്കാവോ? വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു. മർദ്ദിതരുടെ കണ്ണീര് ഞാൻ കണ്ടു. അവരെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ശക്തി മർദ്ദകർക്കായിരുന്നു, ആരും പ്രതികാരം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അതായത് ഭരിക്കുന്നവർ ഈ തിന്മയ്ക്കെതിരെ നടപടിയെടുക്കാനായിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ തന്നെയാണ്. അപ്പം മർദ്ദകൻ, ഇനി 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, ദരിദ്രര് മർദ്ദിക്കപ്പെടുന്നു. ഒരു ദേശത്തെ ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരുണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, അതെ, നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കുകയാണ്. അതെ, അപ്പം ഇതിങ്ങനെ നാട്ടിലെ ഒരു നടപ്പായിട്ട് മാറുകയാണ്. ഇനി പ്രവാചകന്മാർ പറയുന്നത് പോലെ ദുഷ്ടത ചെയ്യുന്നവരിൽ പലരും മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ സജീവമായിട്ട് പങ്കെടുത്തിരുന്നവരാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് സമ്പന്നരാകുന്ന മനുഷ്യരോടാണ് ഈ ധനത്തിൻ്റെ ക്ഷണികത, അതോടൊപ്പം തന്നെ സുഖഭോഗങ്ങളുടെ ക്ഷണികത ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതല്ല ജീവിതത്തിലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഓർമ്മിപ്പിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ഉള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഈ പുസ്തകത്തിലെ ഒരു സാമൂഹ്യ ദർശനമാണ്. ജീവിതത്തെക്കുറിച്ച് ഉള്ള വിലയിരുത്തൽ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു കാര്യം ഈ സമ്പത്തിൻ്റെ ഉപയോഗമാണ്. എല്ലാം മായ സ്ഥായിയല്ല എന്നുള്ള ചിന്തയാണ് അടിസ്ഥാനപരം. അതെ, എല്ലാവരുമായിട്ട് പങ്കുവെക്കുക. അതായത് എല്ലാ സഹോദരനെ ചൂഷണം ചെയ്യാതിരിക്കുക, നീതി പ്രവർത്തിക്കുക, സുഖഭോഗങ്ങളിലോ സ്വത്ത് സമ്പാദനത്തിലോ അല്ല മനുഷ്യൻ്റെ ജീവിതം ധന്യമാകുന്നത് എന്ന കാര്യം ഓർക്കുക. യേശു പറഞ്ഞ അത് തന്നെ, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നതെന്ന് പറഞ്ഞ ഒരു ചിന്തയിലേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ജീവിക്കുന്ന, സാമൂഹ്യമായിട്ടുള്ള അനീതി പ്രവർത്തിക്കുന്ന, അനീതിക്ക് കൂട്ടുനിൽക്കുകയും അനീതിയും ചൂഷണവും ഒക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, അതെനിക്ക് സംതൃപ്തി നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം. നമ്മൾ ഈ കൊള്ളക്കാരൊക്കെ ഉണ്ടല്ലോ, വാസ്തവത്തിൽ ഈ കൊള്ളയും ഒക്കെ ചെയ്തിട്ട് സമ്പാദിക്കുന്ന ആൾക്കാർ, മോഷണം നടത്തിയിട്ടുള്ള ആൾക്കാർ, പിന്നെ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും? എപ്പോഴാണ് പിടിക്കുന്നെന്ന് നോക്കിയല്ലേ ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ചുരുക്കത്തിൽ ഈ വിജ്ഞാന ഗ്രന്ഥങ്ങളിലും ഈ ഒരു സാമൂഹ്യ ദർശനം ഉണ്ട്. നമുക്ക് ഇനി ഉള്ള ഒരു എപ്പിസോഡിൽ ബൈബിളിലെ പഴയ നിയമത്തിലെ സങ്കീർത്തന ഗ്രന്ഥത്തിൽ ഉള്ള സാമൂഹ്യ ദർശനം, ആ ദർശനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ സാമൂഹ്യ ദർശനം എന്നുള്ള ആ ഒരു ചർച്ച അവസാനിപ്പിച്ചിട്ട് പുതിയ നിയമത്തിലേക്ക് സുവിശേഷങ്ങളിലെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉള്ള ആ ചിന്ത നമുക്ക് തുടങ്ങാം. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഈ എപ്പിസോഡിൽ ആരംഭിച്ച നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിലെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ചായിരുന്നു. തുടർന്ന് നമ്മൾ
സഭാപ്രസംഗി എന്ന പുസ്തകത്തിലെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ച് കണ്ടു. അവിടെ പ്രധാനമായിട്ടും ഈ സമ്പത്തിൻ്റെ വ്യർത്ഥത എന്താണെന്നും മനുഷ്യജീവൻ്റെ നിരർത്ഥകത എന്താണെന്നും എല്ലാം സഭാപ്രസംഗകൻ അക്കമിട്ട് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് നമ്മളോട് ഇക്കാര്യങ്ങളെല്ലാം പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.